സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസക്കാലമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. കൊല്ലത്തിന്റെ നഗരമേഖലയോടൊപ്പം ഗ്രാമാന്തരങ്ങളിൽ പോലും വലിയ ആവേശമാണ് CPIM സംസ്ഥാന സമ്മേളനം സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതായാലും നാടിന്റെ എല്ലാ മേഖലകളും മുക്കും മൂലയും ഇങ്ങനെ ചുവപ്പണഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെ മനോഹരമാണ്. എല്ലായിടത്തും ചെങ്കൊടികൾ പാറുന്നു, ചുവന്ന തോരണങ്ങൾ പാറുന്നു. അങ്ങനെ ഏറ്റവും മനോഹരമായൊരു ചുവന്ന തുരുത്തായി കൊല്ലം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ പോയ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പതാക ജാഥ ആരംഭിച്ചിരിക്കുന്നു. കാസർഗോഡും തുടങ്ങി ഇന്ന് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് പര്യടനം. ഏതായാലും കൊല്ലത്ത് നിന്ന് ഷമി പ്രഭാകറുണ്ട്, ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് M സന്തോഷപ്പൂ ഉണ്ട്, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും ആദ്യം നമുക്ക് ഷമിയിലേക്ക് തന്നെ പോകാം, കൊല്ലത്തേക്ക് പോകാം. എന്താണ് കൊല്ലത്തിൻ്റെ ഒരു ഏറ്റവും പുതിയ ആവേശ കാഴ്ച എന്ന് പറയാം? ഷമി ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് സ്വന്തം നാട്ടിലേക്ക്, ഷമി ചേട്ടൻ്റെ ഒക്കെ നാട്ടിലേക്ക് വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ കൊല്ലത്തിൻ്റെ ഒരു ആവേശം എന്താണ്? തീർച്ചയായും മനു, കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇതൊരു ചെങ്കൊടിയുടെ നാടാണ്. എപ്പോഴും ആ ഒരു ചെഞ്ചോര സ്വഭാവം കാണിക്കുന്ന ഒരു നാടാണ്. ആ ഒരു പ്രത്യേകത ഈ സമ്മേളനത്തിനുമുണ്ട്. ഇതൊരു ഐതിഹാസികമായ സമ്മേളനമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് ഒരു 2-3 മാസം മുൻപ് തന്നെ തുടങ്ങി എന്നുള്ളതാണ്. ഈ നഗരപ്രദേശങ്ങളിൽ വലിയ തോതിൽ പ്രചരണം വരുമ്പോൾ അതിനൊപ്പം തന്നെ ഗ്രാമങ്ങളിലേക്കും ഈ സമ്മേളനം എത്തുന്നു എന്നുള്ളതാണ്. പല ആൾക്കാരും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജോലികളിൽ നിന്നും മറ്റും ലീവൊക്കെ എടുത്ത് ഇവിടേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ നിരന്തരമായി കാണുകയാണ്. അത്രമാത്രം ജനങ്ങൾ ഇതുമായി താതാത്മ്യം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. ഈ സമ്മേളനം വിജയിപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്വമായി മാറുന്ന ഒരു കാഴ്ച, ജനങ്ങളത് ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ വളരെ ആവേശത്തോടുകൂടി ഓരോ പ്രദേശങ്ങളിലും ജനങ്ങളുടെ ആ ഒരു പ്രതികരണം, ഇപ്പോൾ നമുക്കറിയാം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എത്ര സെമിനാറുകൾ, ഏതാണ്ട് 100 സെമിനാറുകളാണ് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നത്. ഒപ്പം തന്നെ സംവാദങ്ങൾ, അതുപോലെ തന്നെ ഓരോ ഗ്രാമങ്ങളിലും ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിളംബരം നടന്നിരുന്നു. അതിലൊക്കെ ആയിരക്കണക്കിന് മനുഷ്യരാണ് പങ്കെടുക്കുന്നത്. ഈ പ്രസ്ഥാനവുമായി മുഖ്യധാരയിൽ നിൽക്കാത്ത അല്ലെങ്കിൽ മനസ്സിൽ ഇതിനോടൊക്കെ സ്നേഹമുള്ള ആൾക്കാർ കൂടി ഈ സമ്മേളനമാകുമ്പോൾ കൈകോർത്ത് പിടിച്ച് ഇതിനോടൊപ്പം ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പരമ്പരാഗത തൊഴിൽ മേഖലയുടെ ഒരു ഈറ്റില്ലമാണ് കൊല്ലം. അവിടെ തന്നെ കശുവണ്ടി, മത്സ്യത്തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ഇവരൊക്കെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് തങ്ങളുടെ ഒരു സേവനം അല്ലെങ്കിൽ തങ്ങളുടെ ഒരു സ്നേഹം ഒക്കെ പങ്ക് വെക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സമ്മേളനം എന്ന് പറയുന്ന ഒരു നാടിൻ്റെ ഉത്സവമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ നടക്കുന്ന ഈ സമ്മേളനം ഈ നഗരത്തിൻ്റെ, ഈ ജില്ലയുടെ കിഴക്കൻ മേഖല, നമുക്കറിയാം തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. ഒപ്പം തന്നെ അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. ഒരു വലിയ ജില്ലയാണ്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തമിഴ് സംസാരിക്കുന്ന പ്രദേശങ്ങളിലടക്കം, തമിഴിലടക്കം ഇതിൻ്റെ പോസ്റ്ററുകളും മറ്റും ഒട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, മറ്റ് പാർട്ടികളെ സംബന്ധിച്ച് അതാണ് മനു നമ്മൾ പ്രത്യേകമായി കാണേണ്ടത്. സാധാരണ ഒരു സമ്മേളനം, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് പാർട്ടികളെ സംബന്ധിച്ചാണെങ്കിലും അവർ ഒരു ദിവസം ഒരു സമ്മേളനം നടത്തി പിരിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇതങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ജില്ലയുടെ സാംസ്കാരിക വൈവിധ്യം, ഈ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, ഇതിൻ്റെ പാരമ്പര്യം ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും, എന്താണ് ഭാവിയുടെ കാഴ്ചപ്പാട്, നാളെ നമ്മൾ എങ്ങനെയാണ് കാണാൻ പോകുന്നത്, എങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകാൻ പോകുന്നത്, ഈ കാര്യങ്ങൾ ഒന്നടങ്കം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരിലേക്ക് നമ്മളുടെ ഒരു പരിപാടികൾ അറിയിക്കാനും, അതുപോലെ തന്നെ ജനങ്ങളുടെ വികാരം സർക്കാരിനെ കുറിച്ചടക്കം ഇപ്പോൾ ഓരോ പ്രദേശങ്ങളിലേക്കും നേതാക്കന്മാർ, ഗ്രാമീണ പ്രദേശങ്ങളിലേക്കടക്കം എല്ലാ സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരടക്കം, സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളടക്കം എത്തുമ്പോൾ ജനങ്ങളുമായി അവർക്കൊരു സംവേദനമുണ്ട്. അവർ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ അവരോട് തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ജനങ്ങളുടെ വികാരം എന്താണ്, ഈ സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, പാർട്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അങ്ങനെ പരസ്പരം സംവേദനത്തിൻ്റെ ഒരു തലമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം മനു, CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം K. വരദരാജൻ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹമാണ് കൊല്ലത്തെ ഈ CPIM സമ്മേളനത്തിൻ്റെ മുഖ്യമായ ഒരു കാർമ്മികൻ. അപ്പോൾ നമ്മളൊരു 2-3 മാസക്കാലമായി തന്നെ ഇതിൻ്റെ ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
ഇപ്പോൾ ഇന്നലെ ചില പരിപാടികളിലൊക്കെ കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ ഇവിടെ QIC ഗ്രൗണ്ടിൽ സ്ഥിരമായി വരുന്നത് ഞാൻ കാണാറുണ്ട് ഈ സെമിനാർ പരിപാടിയിലൊക്കെ. അപ്പോൾ അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്, അല്ലെങ്കിൽ CPIMൻ്റെ ഈ പ്രവർത്തന രീതി ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം പലർക്കും നൽകുന്നുണ്ട്, ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ അപ്പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക്. തീർച്ചയായും ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു സമ്മേളനമായിട്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ഇത് കേവലമായി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സമ്മേളനത്തിൽ നിന്ന് മാറി ജനങ്ങളുടേതായ ഒരു ഉത്സവമായി ഈ പരിപാടിയെ മാറ്റുകയാണ്. കാരണം അതിന് പറ്റുന്ന വൈവിധ്യപൂർണമായ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ജില്ലയിലാകെ നടത്തിയ കായിക മത്സരങ്ങളും മത്സരങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ കക്ഷി വ്യത്യാസമെന്ന് എല്ലാവരും പങ്കെടുക്കുക. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചും മറ്റുമൊക്കെയുള്ള സെമിനാറുകളിലെല്ലാം കോളേജ് വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ അവരൊക്കെ എത്രയോ താല്പര്യത്തോടെയാണ് ഇതിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 100ഓളം സെമിനാറുകൾ ഞങ്ങൾ ഇതിനകം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ പ്രത്യേകിച്ചും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാറുകളിലെല്ലാം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകന്മാർ, അതേപോലെ തന്നെ പ്രൊഫസർമാർ, വ്യത്യസ്ത വിഷയങ്ങളിൽ വലിയ തോതിലുള്ള പാണ്ഡിത്യമുള്ള ആളുകൾ, അവരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിലെല്ലാം വലിയ പങ്കാളിത്തമാണ് ഉണ്ടായത്. അതിനെല്ലാം ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു നില തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നാട്ടിൽ ജനങ്ങൾ തന്നെയാണ് ചുവരുകൾ എഴുതുന്നതും ബോർഡ് ഒട്ടിക്കുന്നതും ഒന്നും ഒരു കാര്യത്തിനും ഒരു പ്രയാസവും ഇല്ലാത്ത തരത്തിൽ ഈ സമ്മേളനം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നുണ്ടെന്ന് മാത്രമല്ല, ഇതിൻ്റെ സാമ്പത്തിക സമാഹരണം മുതൽ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തികച്ചും മാതൃകാപരമായിട്ടുള്ള നിലയിലാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നാട്ടിലെ ജനങ്ങൾക്കും ഈ സമ്മേളനം ഒരു അതിശയമായ കാര്യമായി ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.